കാണുന്ന പിള്ളേരൊന്ന് കൈവക്കിക്കേ. ഓ എന്തൊരു എനർജി. അവിടെ ഇരിക്കുന്ന ഒരു ടീഷർട്ട്. എന്താ മോനെ, കാണാറുണ്ടല്ലേ? ഓക്കെ, കാണാറുണ്ട്. അപ്പൊ ഈ ബിഗ് ബോസ് എന്ന ഷോ ശനിയും ഞായറുമാണ് ലാലേട്ടൻ വരുന്നത്. ഈ ശനി ഞായറുന്ന ലാലേട്ടൻ നിങ്ങൾ ടി വിയിലെ കണ്ടേ. പക്ഷേ ചേട്ടന്മാരെ, ചേച്ചിമാരെ, അമ്മൂമ്മമാരെ, അമ്മച്ചിമാരെ, ലൈവായിട്ട് ലാലേട്ടന്റെ ആ ബിഗ് ബോസ് ഷോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയാണ്. ബിഗ് ബോസ് എന്ന വീഡിയോ പ്ലീസ് പ്ലേ. പാട്ട് പാടുവാണ്. ലോകത്തിൻ കഥയറിയാതെ, നേരത്തിൻ ഗതിയറിയാതെ, ലോകത്തിൻ കഥയറിയാതെ, നേരത്തിൻ ഗതിയറിയാതെ, ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോൾ വാഴുന്നവരാരോ, വീഴുന്നവരാരോ, ഏകാന്തത താണ്ടി ജയിക്കാനാരോ. എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രസന്റഡ് ബൈ JB Luker USA. അപ്പോൾ എന്തായാലും ഈ ഫൈനൽ ഒരു ആഘോഷമാക്കാൻ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഏരൂരിലാണ്. ഏരൂരിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് എന്താണ് മക്കളെ? ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. എന്താ പണേ, എങ്ങോട്ടാ നടന്നു വന്നേ? മുണ്ടെടുത്തുകൊണ്ട് മുണ്ട് മടക്കി കുത്തി നടക്കുകയാണ് അദ്ദേഹം. എൻ്റെ വലിയൊരു ആരാധകനാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ വിളിച്ചായിരുന്നു. എന്തായാലും ഈ പരിപാടി ഒരു മനോഹരമാക്കുന്നതിന് വേണ്ടി ഒരു വൈൽഡ് കാർഡ് എൻട്രിയുടെ ആവശ്യമുണ്ട് അല്ലേ? വൈൽഡ് കാർഡ് എൻട്രിയുടെ ആവശ്യമില്ല മോനെ? എന്താ മോനെ ചിരിക്കണേ? മോൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. എന്തായാലും വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു താരമാണ്. ഇദ്ദേഹത്തെ താരമെന്ന് വിളിക്കാൻ കഴിയില്ല. ഇദ്ദേഹം നമ്മളാൽ തിരഞ്ഞെടുത്ത ഒരു നേതാവാണ്. ഈ നേതാവ് വരികയാണ് ബിഗ് ബോസിൻ്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക്. നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുത്ത് നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം. എനിക്ക് കൈയ്യടി കിട്ടില്ല എന്ന് വെച്ചാൽ ഞാനൊന്നും പറയില്ല. പക്ഷെ അദ്ദേഹത്തിന് കൈയ്യടി കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം പ്രതികരിക്കും. അങ്ങനെയാണ് അദ്ദേഹം. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഇത് ഏരൂര് മഹാ ഗണപതി ക്ഷേത്രത്തിൻ്റെ ഉത്സവമായി ബന്ധപ്പെട്ട് നടത്തുന്ന സംസ്ഥാന സമ്മേളനമാണ്. ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ലൈറ്റ് പോരുന്നു. എന്ത്? ഓ, ഇപ്പോഴാണോ കാണുന്നത്? ഐ ലവ് യു എന്നോ? ആട് മാറിപ്പോയി. ആ ഐ ലവ് യു ഒക്കെ വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞാൽ മതി, എൻ്റെ അടുത്ത് പറയണം. കാരണം അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അല്ല, എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ വല്ല മരണ വീട്ടിലാണോ വന്നിരിക്കുന്നത്? ഇത്രയും ജനസമൂഹം, കൊല്ലംകാർക്ക് എനർജി ഇല്ലേ? എനർജി ഇല്ലേ എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? ഇങ്ങ വന്ന് നീ കുറെ നേരം അല്ലേ ഇവിടെ കിടന്ന് എന്നെ കൊഞ്ഞണ കുത്തി കാണിക്കാൻ തുടങ്ങിയിട്ട്? നീ എന്നെ കൊഞ്ഞണ കുത്തി കാണിക്കുന്നത് ഞാൻ കണ്ട്. ഞാൻ ആരാന്നറിയോ നിനക്ക്? ഞാൻ ആരാന്നറിയോ? ഇതാണ് ഞാൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയോട് എപ്പോഴും പറയുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മാറ്റങ്ങൾ വേണ്ടതാണ്. മുഖ്യമന്ത്രി ആരാന്ന് കുട്ടികളെ പഠിപ്പിക്കുക ആദ്യം, എന്നിട്ട് വേണം പറ പഠിപ്പിക്കേണ്ടത്. ഈ ശാന്തത വേണ്ട.
എന്നാലും ഞാൻ മാത്രം വന്നാൽ ശരിയാവില്ലല്ലോ. മറ്റൊരാളും കൂടെ വന്നാലായിരിക്കും ഈ ജനം ഒന്ന് ഇളകുക എന്നുള്ളത് പകൽ പോലെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ അതെ നേരിന്റെ നാക്ക് വിളിക്കുകയാണ്. मेरा प्यारा येरूर निवासियों, मेरा बेटा बेटिया, പുറകിലുള്ളവരെ, സൈഡിലുള്ളവരെ, ഫ്രണ്ടിലുള്ളവരെ, मेरा बेटा बेटी ചേച്ചി ചേച്ച, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇതല്ലേ ഈ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അല്ലേ? ഇദ്ദേഹത്തിനോട് ആദ്യം തന്നെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറയും. കുറെ നേരമായാലും മുഖ്യമന്ത്രി സംസാരിക്കാൻ നേരത്താണോ നിങ്ങൾ ഇത് നാഷണൽ ഹൈവേ ആണോ? ഇത് നാഷണൽ ഹൈവേ ആണോ എന്നാണ് ചോദിച്ചത്. ചിരിക്കാനല്ല പറഞ്ഞത്, കടക്ക് പുറത്ത്. मेरा पिंडराई इങ്ങനെ പേടിപ്പിക്കല്ലേ पिंडराई. मैं पहली बार मामा येरूर में आया है. നിങ്ങളെ എല്ലാവരുടെയും മുഖത്തെ खुशी देखने के लिए मैं आया है मेरा बेटा. എനിക്ക് ഇവരോട് ഭയങ്കര പിണക്കമാണ് മോദിജി. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ വന്നപ്പോൾ, കേരളത്തിന്റെ മുഖ്യമന്ത്രി കടന്നു വന്നപ്പോൾ, മരണ വീട്ടിലെ മൂകതയാണെങ്കിൽ മോദിജി വന്നപ്പോൾ, സച്ചിൻ ടെണ്ടുൽക്കർ സിക്സ് അടിച്ചപ്പോൾ എന്താണ് സൗണ്ട്? ആ സൗണ്ടാണ് കേട്ടത്. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവരും നിയമസഭാ ഇലക്ഷനാണല്ലോ കടന്നു വരാൻ പോകുന്നത്. ആ റിസൾട്ട് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. പറഞ്ഞോട്ടെ, ചിരിക്കാനല്ല പറഞ്ഞത്, പറഞ്ഞോട്ടെ. LDF വീണ്ടും വരും, എല്ലാം ശരിയാവും. അതെങ്ങനെയാന്നോ? അത് വികസനത്തിന്റെ പാതയിലല്ലേ കേരളം മുന്നോട്ട് പോയിക്കൊണ്ട്. मेरा पिंडराई ഈ സമയമാണോ പ്രചാരണം? നമ്മളെല്ലാവരും ആഘോഷിക്കേണ്ട ഓരോ നിമിഷവും ആഘോഷിക്കേണ്ട. मेरा बेटा, तुम्हारा नाम क्या है? मेरा बेटा, तुम्हारा नाम क्या है? मेरा नाम जोई। मेरा नाम जोई है. जोई क्या करता है इधर? क्या भाई? ഒരു പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി അദ്ദേഹം ചോദിക്കുക ക്യാ ബായിന്ന്. ഇദ്ദേഹം ബംഗാളിൽ വന്ന വ്യക്തിയൊന്നുമല്ല, ഇത് കേന്ദ്രമന്ത്രിയാണെന്ന് അധികം പാടില്ല. बिल्डिंग क्या काम है? बिल्डिंग काम है मेरा बेटा. तुम्हारा बहुत बढ़िया काम है और पाठ पाठ है मेरा बेटा. करपाई। അതൊരു പാകസരിയാ കറുപ്പായിന്നോ? നിങ്ങളുടെ പേര് കറുപ്പായി, പക്ഷെ ആ കറുപ്പ് എനിക്ക് ഇഷ്ടമല്ല. അത് അവന്റെ കളപ്പറ്റിയത്. ആ കറുപ്പ് എന്നെ അപമാനിക്കുന്നതിന് വേണ്ടി പലരും ഉപയോഗിക്കുന്ന കളറാണ്. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല, ആ പാട്ട് പാടാൻ പോവുകയാണ്. അതെ ചേച്ചി, മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കാതെ മര്യാദയ്ക്ക് കൈയടിക്കണം, അല്ലെങ്കിൽ കണ്ടല്ലോ റേഷൻ കാർഡിൽ നിന്ന് പേര്